പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. റോമാലേഖനം 9-ാം അധ്യായം 13-ാം വാക്യം, ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. യാക്കോബിനെ സ്നേഹിച്ച ദൈവം കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ വേദപുസ്തകം പറയുന്നു, ദൈവം ഒരുവനെ സ്നേഹിച്ചു, മറ്റവനെ ദ്വേഷിച്ചു. എന്താ കാരണം? യാക്കോബിൽ എന്തെങ്കിലും ഗുണം കണ്ടിട്ടാണോ? യാക്കോബിൽ എന്തെങ്കിലും പ്രത്യേകം കണ്ടിട്ടാണോ? ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെയാണ്. ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ ചിന്തയ്ക്ക് എത്തുന്നതിലും ഹല്ലേലൂയ അധികമത്രേ, അളവ് കൂടാത്തതത്രേ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു പരിധിയുമില്ല, ഒരു വ്യവസ്ഥയുമില്ല. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നമ്മെ ദൈവം സ്നേഹിച്ചത് ഓർക്കുമ്പോൾ നമുക്ക് എങ്ങനെ വായടച്ചു വെക്കാൻ പറ്റും? ഈ പകൽക്കാലം നാം വിശ്വസിക്കേണ്ടത് ഹല്ലേലൂയ മറ്റാരെക്കാട്ടിലും അധികമായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിലത്രേ. ദൈവസ്നേഹം അങ്ങനെയാണ്. അത് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം നാം ഇസ്രായേൽ എന്ന് നാം അവകാശപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ പ്രിയ മക്കൾ എന്ന് നാം അവകാശപ്പെടുമ്പോൾ, നമ്മുടെ കർത്താവ് നമ്മെ അധികമായി സ്നേഹിച്ചു. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുമ്പ്, എന്തെങ്കിലുമൊക്കെ ഈ കുഞ്ഞുങ്ങളിൽ ഒരു ഗുണമോ ദോഷമോ കാണുന്നതിന് മുമ്പ് തന്നെ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ ദൈവം സ്നേഹിച്ചു. പ്രിയരെ, ഇന്ന് പകൽക്കാലം ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. നാം ഒരു ദൈവ പൈതല, നമ്മെ ദൈവം സ്നേഹിച്ചിരിക്കുന്നു. മറ്റാരെക്കാട്ടിലും ഹല്ലേലൂയ അധികമായി നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. മലാക്കിയുടെ പുസ്തകത്തിനകത്ത് നാം ഇങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, കർത്താവിൻ്റെ കരുതലിനെക്കുറിച്ച്. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അന്ന് ആ പ്രവചനം കേട്ട ആൾക്കാർ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നതെന്ന് എങ്ങനെയാണ് ഞങ്ങൾക്കറിയാൻ പറ്റുന്നത്? നീ ഏതിനാണ് ഞങ്ങളെ സ്നേഹിച്ചത്? നീ യാക്കോബിനെ സ്നേഹിച്ചത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് ക്രൂശിൽ വെളിപ്പെടുത്തിയത്. ക്രൂശിലെ സ്നേഹം നാം ജനിക്കുന്നതിന് മുമ്പ്, നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മെ കണ്ട്, നമ്മെ കരുതി, നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ ദൈവ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന നിങ്ങളോടും പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഗുണമോ നിങ്ങളുടെ ദോഷമോ ലോകം കാണുന്നതിന് മുമ്പ്, ലോകം നിങ്ങളെ ശ്രദ്ധിക്കുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ട ഒരു കർത്താവുണ്ട്, നിങ്ങളെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. ആ സ്നേഹത്തെയാണ് ഇന്ന് രാവിലെയും നാം ഉയർത്തുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ പേര് പറഞ്ഞിട്ടത് പറയാൻ പറ്റുമോ? യേശു എന്നെ സ്നേഹിച്ചു, യേശു എന്നെ സ്നേഹിച്ചു. നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ. നിങ്ങളുടെ വീടിൻ്റെ പേര് പറഞ്ഞിട്ട് കർത്താവിൻ്റെ മുമ്പാകെ ഒന്ന് ഏറ്റു പറയാൻ സാധിക്കുമോ? യേശു എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ. മറ്റെന്തിനേക്കാട്ടിലും അധികമായി സ്നേഹിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ സ്വർഗീയ നന്മകളാലും അവൻ നിങ്ങളെ പരിപാലിച്ചു. യാക്കോബിന് വേണ്ടി ദൈവം എന്തൊക്കെ ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. യാക്കോബ് പോയ വഴികളിൽ, വന്ന വഴികളിൽ ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെയിരുന്നു. അതിൻ്റെ പുറകിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, ദൈവത്തിൻ്റെ സ്നേഹം. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, നിൻ്റെ വഴികളിൽ നീ പട്ടുപോകാത്തതിൻ്റെ കാരണം, നിൻ്റെ വഴികളിൽ നീ വീണു പോകാത്തതിൻ്റെ കാരണം നിന്നെ സ്നേഹിച്ച ആ സ്വർഗീയ സ്നേഹമത്രേ, നിന്നെ കരുതിയ ദൈവിക സ്നേഹമത്രേ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്കും ദൈവമുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം, നമ്മെ സ്നേഹിച്ച ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എന്നിട്ട് കർത്താവിനോട് നമുക്കും പറയാം, കർത്താവേ, മറ്റെന്തിനേക്കാട്ടിലും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ഹല്ലേലൂയ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഒന്ന് പറയാൻ പറ്റുമോ? ദൈവത്തോട് ഏൽപ്പിച്ച് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ലോകം പകച്ചവനെ ദൈവം സ്നേഹിച്ചു. നിങ്ങൾക്കറിയാം, വേദപുസ്തകത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ ലേയയുടെയും റേച്ചലിൻ്റെയും കഥ നമുക്ക് നന്നായിട്ടറിയാം. റേച്ചലിനെ യാക്കോബ് ഒത്തിരി സ്നേഹിച്ചതാ, എന്നാൽ ലേയെ അവൻ അനിഷ്ടയായി കണ്ടു. പക്ഷെ ദൈവത്തിൻ്റെ കരത്തിൽ ലേയ അനിഷ്ടയെന്ന് കണ്ടപ്പോൾ, ലോകം തള്ളിക്കളഞ്ഞവളെന്ന്, ഭർത്താവ് തള്ളിക്കളഞ്ഞവരെന്ന്, ലോകം ഗുണമില്ലെന്ന് പറഞ്ഞവളെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ അനുകമ്പ അവിടെ വെളിപ്പെട്ടു. ഒരു യോഗ്യതയുമില്ലാത്ത അവളെ ദൈവം അനുഗ്രഹിച്ച് അവളുടെ ഗർഭഫലത്തെ തുറന്നു. പ്രിയരെ, ലോകം നിങ്ങളെ തള്ളിക്കളയുമ്പോൾ, ലോകം നിങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോ, നിങ്ങളെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്.
ഹല്ലേലൂയ. പലരും വേറുകൃത്യം കാണിച്ച്, പലരും ഹല്ലേലൂയ പലതും പറഞ്ഞ് നിങ്ങളെ ഒന്ന് സൈഡാക്കി വെക്കുമ്പോൾ, നിങ്ങളെ ഒന്ന് തള്ളിക്കളയുമ്പോൾ, തള്ളിക്കളയാത്തൊരു ദൈവത്തെ ഓർത്തിട്ട് ഒന്ന് നന്ദി പറയാൻ പറ്റുമോ? അതുകൊണ്ട് ലോകത്തിൽ മറ്റെന്തിനേക്കാട്ടിലുപരി കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിക്കാം. കർത്താവിനോട് പറയാം, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഹല്ലേലൂയ. യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സ്വന്തം ജീവനെയും പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കാൻ പറ്റത്തില്ല. യേശുവിൻ്റെ പിന്നാലെ ഒരു വ്യക്തി വരുമ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ ജീവിതത്തിലെ ഒന്നാം സ്ഥാനം കർത്താവിന് കൊടുക്കണം. ജീവിതത്തിൽ നമുക്ക് കുടുംബം വേണം, നമുക്ക് കൂട്ടുകാർ വേണം, നമുക്ക് സമൂഹം വേണം. എന്നാൽ അതിനേക്കാട്ടിലും ഉപരിയായി, അതിനേക്കാട്ടിലും ഒരു പടി മുമ്പിൽ നമ്മെ സ്നേഹിച്ച ദൈവത്തെ ഒന്ന് തിരിച്ച് സ്നേഹിക്കാൻ പറ്റുമോ? ഒന്ന് തിരിച്ചൊന്ന് പറയാൻ പറ്റുമോ? അപ്പാ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ഹല്ലേലൂയ പ്രകടനം, ദൈവസ്നേഹത്തിൻ്റെ വലിയ പ്രവർത്തികളെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് തിരിച്ചറിയാൻ, നമുക്ക് രുചിച്ചറിയാൻ നമുക്ക് പറ്റും. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ച ദൈവം നമ്മുടെ ഗുണമോ ദോഷമോ കാണുന്നതിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് ആ കർത്താവിനോട് നമുക്കും പറയാം, സ്നേഹിക്കുന്നേ അപ്പാ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിൽ എന്നെ നിറയ്ക്കണം എന്ന് നമുക്കൊന്ന് ഏറ്റുപറയാം. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവം. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.